രാജു, ജെയിംസിനും നിനക്കും എന്താ ബന്ധം? ജെയിംസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതിനു മുമ്പ് നീ ചോദിക്കണ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. മൈഥിലിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരേ ഹോസ്റ്റലിൽ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. മൈഥിലി അന്ന് എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു. സ്കൂളിലെ പ്രയർ പോലും അവളാണ് പാടിയിരുന്നത്. മൈഥിലി, ആ 3 പ്രൈസിൽ നീ ഏത് പ്രൈസാണ് ആവശ്യപ്പെടുന്നത്? ഫസ്റ്റ് പ്രൈസ്. എനിക്ക് ആ ടെഡി ബെയർ ആണ് ആവശ്യം. പ്രിയ, നിനക്ക് ആ 3 പ്രൈസിൽ ഏത് പ്രൈസാ വേണ്ടത്? ഫസ്റ്റ് പ്രൈസ്. ആ ടെഡി ബെയർ ആണ് എനിക്ക് വേണ്ടത്. കളിയിലും പഠിത്തത്തിലും എല്ലാത്തിലും മൈഥിലി തന്നെയാണ് മുമ്പിൽ വന്നത്. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. Come on guys, get ready. വേഗം എഴുന്നേൽക്കൂ. വേഗം ആകട്ടെ, വേഗം എഴുന്നേൽക്കൂ. ഗുഡ് മോർണിംഗ്. വേഗം. Come on. എനിക്ക് കിട്ടാത്ത ടെഡി ബെയർ അവൾക്കും വേണ്ട. അവളുടെ കരച്ചിൽ കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. മൈഥിലി, സ്റ്റാൻഡ് അപ്പ്. കുട്ടികളെ, ഈ ഹാഫ് ഇയർ എക്സാമിൽ നമ്മുടെ മൈഥിലിക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിക്കൂ. സിറ്റ് ഡൗൺ. പ്രിയ, സ്റ്റാൻഡ് അപ്പ്. എത്ര മാർക്കുണ്ട്? ഈ പ്രാവശ്യം വളരെ കുറവാണല്ലോ. മൈഥിലിയെ നോക്കി പഠിക്ക്. ഇനിയും മാർക്ക് കുറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞു വിടും. ഇഡിയറ്റ്. ഇരിക്കവിടെ. കുട്ടികളുടെ വീട്ടിൽ നിന്നല്ല മണി ഓർഡർ വന്നു. എല്ലാ കുട്ടികളും ഫീസ് അടച്ച കാര്യം നിനക്കറിയാമോ? നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് ഫോൺ ചെയ്ത് മണി ഓർഡർ അയക്കാൻ പറയൂ. മനസ്സിലായോ? പോ. അതെ, എനിക്കൊരു 500 രൂപ കടം തരാവോ? അയ്യോ, ഞാൻ തരില്ല. എന്റെ അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആർക്കും കൊടുക്കരുതെന്ന്. മോഷ്ടിക്കുന്നോടി പള്ളി. നീ ആള് കൊള്ളാലോ. ഇത്രയേ ഉള്ളൂ ആള്. എന്നിട്ട് ഇപ്പഴേ മോശം തുടങ്ങിയേക്കോ. അപമാനം സഹിക്കാൻ വയ്യാതെ ഞാൻ മൈഥിലിയെ കൊല്ലാൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തു. മൈഥിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ വിഷം കലർത്തി. അത് ഹോസ്റ്റലിലെ പാചകക്കാരൻ കണ്ടുപിടിച്ചു. അയാള് സ്കൂളിലെ സാറിന് വിവരം അറിയിച്ച് സാറ് പോലീസിനെ വിളിച്ചു വരുത്തി. അവരെന്നെ അറസ്റ്റ് ചെയ്ത് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. അവിടെ വെച്ച് ഓരോ ദിവസവും അവളോടുള്ള പക കൂടി വന്നതേയുള്ളൂ. അവിടെ വെച്ചാണ് ഞാൻ ജെയിംസിനെ പരിചയപ്പെടുന്നത്. മൈഥിലിയെ നശിപ്പിക്കാൻ ജെയിംസ് എന്ത് സഹായം ചെയ്യാൻ തയ്യാറായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനും ജെയിംസും ഒരേ സമയത്താണ് ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഞങ്ങൾ ഉടനെ മൈഥിലിയെ അന്വേഷിച്ച് കൊച്ചിയിലേക്ക് വന്നു. നിനക്കും മൈഥിലിക്കും മാരേജ് ഫിക്സ് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമായി. ഞാൻ കുറേശ്ശെയായി നിന്നോടടുത്തു. മൈഥിലി അകറ്റി നിർത്താൻ ഞാൻ ആവുന്നതും ശ്രമിച്ചു. നിന്നോടുള്ള സ്നേഹം കാരണം എന്നെ പൂർണ്ണമായും നിനക്ക് ഞാൻ തന്നു. ജെയിംസുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടി ജെയിംസ് എന്നെ നിർബന്ധിച്ചതിനാൽ എനിക്ക് നിന്നിൽ നിന്ന് അകലേണ്ടി വന്നു. ഇതിനോടകം നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കഴിയുന്നതും ഞാൻ കണ്ടു. അത് താങ്ങാനാവാതെ ഞാൻ ഒത്തിരി കരഞ്ഞു. നീ ലണ്ടനിൽ പോവാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ ഞാൻ ശ്രമിച്ചു. നീ എന്നെ അന്വേഷിക്കുന്നത് കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. മൈഥിലിയോടുള്ള ദേഷ്യം കാരണം ഞാൻ നിന്നോടെടുത്തു. ആ പക ശരിക്കും സ്നേഹമായി മാറി. നിന്നെ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചു. എനിക്ക് നിന്നെ ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയില്ലായിരുന്നു.
ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ സത്യമാണ് രാജു. അവളോടുള്ള ദേഷ്യം നിന്നോട് ശരിക്കുള്ള പ്രേമമായി മാറി. ഞാൻ എന്റെ പ്രാണനേക്കാൾ ഏറെ സ്നേഹിക്കുന്നു. എനിക്കൊരിക്കലും നീ ഇല്ലാതെ ജീവിക്കാനാവില്ല. എനിക്ക് നിന്നെ വേണം രാജു. എനിക്ക് നിന്നെ വേണം. മൈഥിലിയെ കൊന്നിട്ടാണെങ്കിലും ശരി, എനിക്ക് നിന്നെ വേണം രാജു. എനിക്ക് നിന്നെ വേണം രാജു. ഐ വാണ്ട് യു. ജീവിതം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ചെറിയ ചെറിയ തോൽവി നമ്മൾ സഹിക്കണം. അല്ലെങ്കിൽ അവളുടെ മുന്നിൽ ഒരിക്കലെങ്കിലും ജയിക്കണമായിരുന്നു. ഒരിക്കലെങ്കിലും. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മൈഥിലിയോടുള്ള പക തീർന്നപ്പോ എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണോ? എന്താടി, നീ എന്നെ ഉപേക്ഷിക്കാനുള്ള പരിപാടിയാണല്ലേ? നിന്നെ ഞാൻ വിടടി. മൈഥിലി, 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 മൈഥിലി. മൈഥിലി, മൈഥിലി, കഥ തുറക്കൂ മൈഥിലി. പ്ലീസ് മൈഥിലി, കഥ തുറക്കൂ. മൈഥിലി, ഞാൻ പറയുന്നത് കേൾക്കൂ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. പ്ലീസ് മൈഥിലി, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ദേവി, ഇത് ഞാൻ പറയുന്നത് കേൾക്കൂ മൈഥിലി. നിങ്ങൾ എന്തിനാ വന്നേ? എനിക്ക് നിന്നെ വേണം മൈഥിലി. വിവാഹമോചനത്തിനുള്ള നിന്റെ തീരുമാനം നീ തിരിച്ചെടുക്കണം. നമ്മൾ ജീവിതാവസാനം വരെ ഒരുമിച്ച് കഴിയേണ്ടവരാണ്. പ്ലീസ്. വേണ്ട രാജു, നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇല്ലാതായപ്പോ എന്റെ മനസ്സിൽ നിങ്ങളില്ല. സത്യമായിട്ട് എന്റെ മനസ്സിൽ നീ അല്ലാതെ വേറെ ആരുമില്ല. ഇത് അറിയിക്കാൻ വേണ്ടി പ്രിയെ കാണാൻ ചെന്നപ്പോഴാണ് ഒരു സത്യം എനിക്ക് മനസ്സിലായത്. പ്രിയ നിന്റെ സ്കൂളിലെ ക്ലാസ്മേറ്റ്. നമ്മളെ വേർപിരിക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ നമ്മൾ അടുത്തതിൽ പിന്നെ ഒരിക്കലും നമ്മൾ പിരിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പറയുന്നത് കേൾക്കൂ മൈഥിലി. വാതിൽ തുറക്കൂ മൈഥിലി, തുറക്കൂ മൈഥിലി. Come on. സഭാഷടാ മോനെ രാജു. എന്നെ സ്നേഹിച്ച പെണ്ണ് നിന്നെ വേണമെന്ന് പറയുന്നു. നീയാണെങ്കിൽ നിന്റെ ഭാര്യയെ വേണമെന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഒരു മണ്ടനാക്കുവാണോടാ? ഞാൻ സ്നേഹിച്ച പെണ്ണിനെ നിനക്കൊരു ഗിഫ്റ്റായി തന്നിട്ട് നിന്റെ പെണ്ണിനെ ഞാൻ അടിച്ചുകൊണ്ട് പോവുകയാണ്. അവനാണെങ്കിൽ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. നീ അവനെ പോയി കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് രണ്ടുപേരെയും ഞാൻ കല്യാണം കഴിക്കൂടി. നീയൊക്കെ രണ്ടുപേരും കൂടി എന്നെ മണ്ടനാക്കിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. തട്ടിക്കളടാ അവനെ.
ഞാനാണ് ജയിച്ചത് രാജു. മൈഥിലേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ചത് ഞാനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മൈഥിലി, ഞാനാണ് ജയിച്ചത്. പ്രിയ, ഐ എം സോറി രാജു. ഐ എം സോറി രാജു. ഐ എം സോറി രാജു. പ്രിയ, പ്രിയ, രാജു. ഇനി ഇഷ്ടമുള്ള പേരിട്ടോളൂ. ശ്വേത രാജു. കരയിലെ കരയിലെ കരയിലെ. പ്രിയ മോളെ.